വർഷം പുറകെ 2008 2009 കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്തിയുടെ മോളും ഉണ്ടായിരുന്നു, പപ്പയുടെ അനിയന്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങ് ഞാൻ ഓർത്ത് ബാംഗ്ലൂർ കാണാതെ അടിച്ചു പൊളിക്കാലോ എന്ന് ഓർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേന് വർഷത്തിൽ 1 മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് അറിഞ്ഞു. ടീം അന്നേരം തന്നെ തീർന്നു. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആകെയുള്ള നോക്കിയ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വെളി ഇറക്കത്തില്ല, അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ, അതും വാർഡൻ മേഡത്തിന്റെ കൂടെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു കേട്ടു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഞാൻ മടുത്തു. കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ തന്നെ ബ്ലഡ് കാണണം, പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു ആലോചന, എന്നാ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാലോ. അപ്പൊ നഴ്സിംഗ് മുടങ്ങിയേ, പ്രൊഫഷണൽ നഴ്സിംഗ് ആയിരുന്നു അത്. എഞ്ചിനീയറിംഗിന് ചേർന്നു, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്. അവിടെ ചെന്ന് പഠിച്ച് പകുതി ആയപ്പോഴത്തേനും അതും തീർന്നു. കാരണം സർട്ടിഫിക്കറ്റ് 10th പ്ലസ് 2 സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂർ ഇരിക്കുക. എവിടെ അതും തീർന്നു. കാരണം പ്ലസ് 2 10th സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അന്ന് എന്റെ പൈസ ഇല്ലായിരുന്നു, പപ്പയുടെയിലും പൈസ ഇല്ലായിരുന്നു അധികം. അപ്പം അതോടുകൂടി അത് ഡീം. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്താ പഠിക്കേണ്ടത്, പപ്പയുടെ പൈസ എങ്ങനെ കളയിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പപ്പ തന്നെ പറഞ്ഞു, മക്കളെ നിനക്ക് എന്താണ് നീ എന്താണ് ഇനി പഠിക്കേണ്ടത്, എത്രയും പഠിച്ച് നീ മുടിച്ച് തീർന്നു. ഇനി പപ്പ ഞാൻ ഇനി ഏവിയേഷൻ പഠിക്കും, എന്റെ സ്വപ്നമാണ് ഏവിയേഷൻ. അങ്ങനെ ഏവിയേഷന് ചേർന്ന് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ. അതും തകർത്ത് പഠിച്ചപ്പോഴാണ് എന്റെ സുധിച്ചേട്ടനും കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. ആ ഒഴുകി വന്നപ്പോ പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസം